മിതത്വവും സൗമ്യതയും നമ്മിൽ നിന്ന് കൈമോശം വരുമ്പോൾ നമ്മൾ തോറ്റു. ആദർശരംഗത്തൊക്കെ അങ്ങനെ തന്നെയല്ല വേണ്ടത്. ഇസ്ലാം സൊസൈറ്റിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പല ആളുകളും. അതിന് എത്ര തന്ത്രപരമായി ഇത് ഈ ഒരു ഇസ്ലാം ഫോബിയ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതിനൊക്കെയുള്ള ശ്രമം നടക്കുന്നു. അവിടെ എന്താ ഒരു പക്വമായി ചിന്തിക്കണ്ടേ? എല്ലാവരും പക്വമായി ചിന്തിക്കണ്ടേ? ഇന്നലെ എങ്ങാണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൽ നടന്നൊരു ചർച്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതോ ഒരു മുന്നണി, ഇടതുപക്ഷ മുന്നണി, അവരുടെ തെരഞ്ഞെടുപ്പ് പരസ്യമായിട്ട് അവരല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. അതിന്റെ എതിർപക്ഷത്തിന് അവരുടേതായ പരസ്യവാചകങ്ങളും അതൊക്കെ അതിന്റെ തലത്തിൽ നടക്കണം. ഇതേക്കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോ ഈ പറഞ്ഞ ചാനലിൽ നിന്നിട്ട് ഒരുത്തം പറയുന്നത് എന്താണ്? ഇതൊരു ഫാഷിസ്റ്റ് മനോഭാവമുള്ള പ്രയോഗമാണ്, അവരെ ഉള്ളൂ എന്ന് പറയുന്നത്. എന്നിട്ട് പറയണം, അവരെ തന്നെ ഉദ്ധരിച്ചിട്ട് അയാൾ പറയാണ്, എന്നുവെച്ചാൽ ഒരു ഫാസിസ്റ്റ് രീതിയുള്ള ഒരു സമീപനമാണിത്. എന്നിട്ട് അയാൾ അതിനെ സമീകരിക്കുന്ന ഒരു സംഗതി ഉണ്ട്. ഈ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനും ഇല്ല, അതേ പ്രകാരമുള്ള ഒരു ഫാസിസ്റ്റ് സമീപനമാണിത്. ലോകത്ത് വന്ന സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. മൂസാ നബി അതാ പഠിപ്പിച്ചത്, ജൂതമതത്തിന്റെ അടിസ്ഥാനം അതാണ്. ഈസാ നബി അതാണ് പഠിപ്പിച്ചത്, ഈസാ നബിയുടെ മതത്തിന്റെ അടിസ്ഥാനം അതാണ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ജൂതൻ വന്ന് ചോദിക്കുകയാണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ഇസ്രായേലെ കേൾക്ക, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തെന്നാൽ നമ്മുടെ കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സാത്താൻ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി 40 ദിവസം പരീക്ഷിച്ചു. അനന്തരം സാത്താനും യേശുവും നടത്തുന്ന ചില സംസാരങ്ങൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണാം. അതിന്റെ 10-ാമത്തെ വാക്യം എന്താണ്? സാത്താനേ പോകൂ, നമ്മുടെ കർത്താവ് ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് പഠിപ്പിക്കാനാണ് സർവ്വ പ്രവാചകന്മാരും വന്നത്. ചാനലിൽ നിന്നിട്ട് ഫാസിസ്റ്റ് സമീപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അജിംസ് അറിയണം. അതുപോലെയുള്ള ഇരുണ്ട റൂമുകൾ ഒരുക്കി കൊടുത്തിട്ട് സക്കാത്ത് ഫണ്ട് പോലും തട്ടിയെടുത്ത് കൊണ്ടുപോയി ചാനൽ നടത്തിയിട്ട് പരിശുദ്ധ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരെ ഞെളിഞ്ഞു പറയാൻ സമ്മതം കൊടുക്കുന്ന പ്രസ്ഥാനക്കാരറിയണം, ഇതാണ് ലോകത്ത് സർവ്വ പ്രവാചകന്മാരും പഠിപ്പിച്ചത്. ഞാനും എൻ്റെ മുൻഗാമികളാവുന്ന പ്രവാചകന്മാരും പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠ വചനം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈസാ നബി അതാണ് പഠിപ്പിച്ചത്. സൂറത്തുൽ മാഇദയുടെ 117-18 വാക്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും അതാണ് പഠിപ്പിച്ചത്. അപ്പൊ അതൊരു ഫാസിസ്റ്റ് വാക്കാണ്. അത്ര എന്തുകൊണ്ട്? അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞാൽ ആരേ അള്ളാഹു? ലോകം പടച്ച, സർവം സൃഷ്ടിച്ച, ഈ ലോകം ഇவ்விധം കൈകാര്യം ചെയ്യുന്ന സർവശക്തനാകുന്ന ഇലാഹ്. മുസ്ലിങ്ങൾ അള്ളാഹു എന്ന് പറയുന്നത് അവരുടെ ഗോത്ര ദൈവമാണെന്നാണ് ഈ അജിംസിനെ പോലുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ഷമിക്കണം, കുറച്ചുകൂടെ വായിക്കാനുണ്ട്. ലോകത്തിന്റെ സ്രഷ്ടാവാണ് അള്ളാഹു. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 10-ാമത്തെ വാക്യം, അഫില്ലാഹി ശക്കും ഫാത്തിരി സമാവാതി വൽ അർദ്, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹു മാത്രമാണ് ആരാധ്യം എന്ന് പറഞ്ഞാൽ അത് ഫാസിസ്റ്റ് സമീപനാണ്. ഇയാൾ ഏതെങ്കിലും ഒരു പക്ഷത്തെ ന്യായീകരിക്കുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ ഉദാഹരണമായിട്ട് വലതുപക്ഷമല്ലാത്തത് ശരിയാണെന്ന് അവർക്ക് അഭിപ്രായം ഉണ്ടാവും. അല്ലെങ്കിൽ അതിന്റെ പ്രതിപക്ഷം ഇടതുപക്ഷം. നമ്മുടെ കേരള സാഹചര്യത്തിൽ അവർക്ക് വലതുപക്ഷവും ശരിയാണ് ഇടതുപക്ഷവും ശരിയാണെന്ന് അഭിപ്രായം ഉണ്ടാവും? ഇല്ല, ആർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അന്തവും ബുദ്ധിയും പക്വതയും വിവേകമുള്ള ആർക്കും ഉണ്ടാവില്ല. രാത്രിയും പകലും ഒരുപോലെ എങ്ങനെയാണ് സംഭവിക്കുക? രാത്രിയും പകലും ഒരുപോലെ എങ്ങനെ സംഭവിക്കുക? ഇപ്പൊ പകലാണെന്ന് ഞാൻ പറഞ്ഞാൽ അല്ല, രാത്രിയും കൂടിയാണ് ഒരു സുഹൃത്തിന്റെ ഭാഗത്തിൽ, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? അംഗീകരിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഫാസിസ്റ്റ് സമീപനാവുന്നത്? ഇതൊരു ഫാസിസ്റ്റ് രീതിയാണെങ്കിൽ സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമി അല്ലാതെ ശരണമില്ല അയ്യപ്പ എന്നൊക്കെ പറയണത് എന്താവും? സ്വാമി ശരണം അയ്യപ്പ ശരണം,
സ്വാമി അല്ലാതെ ശരണം ഇല്ല അയ്യപ്പ. ഈ അയ്യപ്പ എന്ന് പറയുന്നത് സ്വാമി എന്ന് പറയുന്നവരാണ് നമുക്കറിയാം. ശാസ്താവ് എന്ന് പറയുന്നു, ശ്രീ ശബരിഗിരിനാഥൻ എന്ന് പറയുന്നു. അദ്ദേഹമല്ലാതെ ഒരാശ്രയവും ഇല്ല. അത് മോശമാണ്. എത്ര ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ നമുക്ക് ഉദ്ധരിക്കാൻ പറ്റും? യേശു രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ. അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബൈബിൾ പരാമർശങ്ങൾ എത്ര ഉണ്ട്? യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, തിത്തോസിയരുടെ 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ വാക്യങ്ങൾ. അത് സംബന്ധമായി യഥാർത്ഥ ഉദ്ദേശം എന്തെന്നുള്ള ചർച്ച മറ്റൊരു വശമാണ്. യേശു ഏക കർത്താവ്, അവനെ വിശ്വസിച്ചാൽ നീയും കുടുംബവും രക്ഷപ്പെടും. എത്ര ക്രൈസ്തവ ദേവാലയങ്ങളുടെ മതിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതോടുകൂടെ ആകെ പ്രശ്നമായോ? നമ്മൾ വെറുതെ സമൂഹത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിച്ച് ഭിന്നിപ്പിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിനെ നമ്മൾ നശിപ്പിച്ചു കളയും. മിതത്വം വേണം എല്ലായിടത്തും. വിമർശനാവാം, പക്ഷെ മിതമായ രീതിയിലാവണം. LDF-കാർ ഉന്നയിച്ച പരസ്യം മോശമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാം. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ലോകത്തെ സർവ്വപ്രവാചകന്മാരും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ അസമയത്ത് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അത് ഫാസിസമാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫാസിസമാണെന്ന് എല്ലാ പത്രക്കാരും എല്ലാ പൊതുപ്രവർത്തകരും മനസ്സിലാക്കും. ഒന്നുകൂടെ അനുബന്ധമായിട്ട് പറയാം, എന്റേതാണ് ശരി, എന്റെ ദൈവം മാത്രമാണ് യഥാർത്ഥ ദൈവം എന്ന് ഓരോരുത്തരും പറയുന്നതല്ല പ്രശ്നം. മറ്റുള്ളവരെ ജീവിക്കാൻ ഞാൻ അനുവദിക്കൂല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. എന്തോ ഒരു ഉത്സവമുണ്ട്, അതുകൊണ്ട് ഇനി ആരും പള്ളിയിൽ വരണ്ട, അത് ടാർപോളിൻ കൊണ്ട് പള്ളി വളഞ്ഞു കെട്ടി മൂടി വെക്കണം എന്ന് പറയുന്നതാണ് പ്രശ്നം. പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറയുന്നതാണ് പ്രശ്നം. ഏത് പള്ളിയുടെയും അടിമാന്തണം എന്ന് പറയുന്നതാണ് പ്രശ്നം. അല്ലാതെ എന്റേതാണ് ശരി എന്ന് പറയുന്നത് എങ്ങനെ പ്രശ്നവും വന്നു? നമ്മുടെ ഇന്ത്യയിൽ വളരെയേറെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹത്തിന്റെ ആദർശങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ ലഭ്യമാണ്. ശ്രീ ശങ്കരന്റെ അദ്വൈതം എന്തു പറയുന്നു, അതിനോട് യോജിച്ചു വരുന്നതൊക്കെയാണ് അദ്ദേഹത്തിന്റെ സർവമത സത്യവാദം. ഇത് പ്രത്യേകം പഠനങ്ങളില്ല. ശ്രീ ശങ്കരാചാര്യ അദ്ദേഹം മുന്നോട്ട് വെച്ച ദർശനം എന്താണ്? അത് മാത്രം ശരി, അദ്വൈതം മാത്രം ശരി എന്നത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം ഇന്ത്യയിൽ ഉടനീളം സംവാദം നടന്നു. ഉടനീളം അദ്ദേഹം സംവാദമായിട്ട് നടന്നു. അതിന് പ്രതിപക്ഷമായി 4 ദർശനങ്ങൾ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാമാനുജാചാര്യരുടെ വിശിഷ്ടാദ്വൈതം, അത് ശരിയാണെന്ന് ഏതെങ്കിലും അദ്വൈതവാദി പറയൂ? നിംബാർക്കന്റെ ദ്വൈതാദ്വൈതം, ശ്രീ വല്ലഭന്റെ ശുദ്ധാദ്വൈതം, മാധാചാര്യരുടെ ദൈവം, ഇതിലേതെങ്കിലും ഒന്ന് ശരിയാണെന്ന് മറ്റു 4 പേര് പറയും? പറഞ്ഞാ പിന്നെ എന്തിനാണ് ഈ 4-5 നിലകൊള്ളുന്നത്? എല്ലാം ശരിയാണെന്നോ? അതെങ്ങനെയാണ് ഏകദൈവ വിശ്വാസത്തെ കുറിച്ച് പറയുന്ന ദ്വൈത്വവും തീരെ ദൈവമില്ലാത്ത അദ്വൈതവും എങ്ങനെ ശരിയാവും? ഏകദൈവത്തെ കുറിച്ച് പറയുന്ന ഇസ്ലാമും പല ദൈവങ്ങളെ പറ്റി പറയുന്ന മറ്റു മതങ്ങളും എല്ലാം ഒന്നാണെന്ന് എങ്ങനെ നമ്മൾ പറയാ? അതെങ്ങനെ പറയാം? ഒന്നല്ല, ഭിന്നമാണ്. ഭിന്നാവുമ്പോ ആകെ പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നം ഉണ്ടാവില്ല. മറ്റൊരുത്തനെ തോൽപ്പിക്കാനും തകർക്കാനും അവനെ ജീവിക്കാൻ ഞാൻ വിടൂല എന്ന് തീരുമാനിക്കുന്നു നിൽക്കരുത്. അവിടെയാണ് പ്രശ്നം. അതാണ് ഫാഷിസം. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ പാലിക്കേണ്ട, മനുഷ്യരെല്ലാവരും മാനിക്കേണ്ട ഒരു രീതിയാണ് ഈ മിതത്വം.